സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏറ്റവും സമാദരണീയനായ സ്വാമിജിയുടെ പാദങ്ങളിൽ പ്രണാമം. ഗുരുശ്രേഷ്ഠന്മാരായ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാനമ്പൂരി സാറിൻ്റെയും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാഷിനും സ്നേഹപൂർവ്വം നമസ്കാരം. സദസ്സ് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. മധുചേട്ടനും നാരായണസ്വാമിയും ഒക്കെ ഉള്ള ഈ സദസ്സ്, കോട്ടയത്തെയും കൊല്ലത്തെയും പ്രബുദ്ധരായ ജിജ്ഞാസുക്കളുള്ള ഈ സദസ്സ് ഏറ്റവും ആനന്ദം നിറയ്ക്കുന്ന സദസ്സാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ഇങ്ങനെയൊരു വേദി, പ്രത്യേകിച്ചും സ്വാമിജിയുടെ ജന്മദിന ദിവസം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. സ്വാമിജിക്ക് ജന്മദിനത്തിൻ്റെ പ്രണാമങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സനാതനസുധയുടെ ചിന്തയുമായുള്ള ഈ വരവിന് പല തലങ്ങളിൽ എനിക്ക് പ്രാധാന്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ഗുരുനാഥനായ വിശ്വാനമ്പൂരി സാറിൻ്റെ ചിന്തയിലൂടെ പ്രവഹിച്ച ഭാരതീയ സംസ്കൃതിയുടെ ഈ ആശയങ്ങളെ എത്ര മനോഹരമായി, ലളിതമായി, ക്രമികമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ശാസ്ത്രപ്രമാണങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ നമുക്ക് പറഞ്ഞു തന്ന ഒരു ചിന്താ പദ്ധതി, അത് സാമാന്യരിലേക്ക് എത്തിക്കുക, ജിജ്ഞാസുക്കളിലേക്ക് എത്തിക്കുക എന്നത് തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഉത്തരവാദിത്വവുമാണ്. അത് രണ്ടും നമുക്ക് ഒരുമിച്ച് കിട്ടുക വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്തമാവുകയും അത് നമുക്ക് ഏറ്റവും ആനന്ദം തരികയും ചെയ്യുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പുസ്തക ചർച്ച എന്നതിനേക്കാൾ, പുസ്തക പരിചയം എന്നതിനേക്കാൾ ഇതൊരു ആശയ ചർച്ചയാണ്, ഒരാശയ പരിചയമാണ് വാസ്തവത്തിൽ നാം ഇവിടെ നിർവഹിക്കുന്നത് എന്നത് ഇന്നത്തെ ഈ ഒരു വൈകുന്നേരത്തിൻ്റെ മനോഹാരിത കൂട്ടുന്നു. അതിനപ്പുറത്ത് വ്യക്തിപരമായ കുറേ സന്തോഷങ്ങൾ. സ്വാമിജി എനിക്ക് ഏകദേശം ഞാനൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു സ്വാമിജിയിലൂടെയാണ് ഒരുപക്ഷെ ഭഗവത്ഗീതയുടെയും ഭാരതീയ ദർശനങ്ങളുടെയും ഉപനിഷത്ത് ചിന്തകളുടെയും ഒക്കെ ഒരു രീതിശാസ്ത്രം, ഒരു ഘടന നമ്മുടെ ഉള്ളിൽ പതിഞ്ഞത്. എൻ്റെ ഉള്ളിൽ അതിനൊരു സ്ട്രക്ചർ രൂപപ്പെട്ടത് ഒരുപക്ഷെ സ്വാമിജിയുടെ ചിന്തകളിലൂടെ വളരെ കുട്ടിക്കാലത്ത് എനിക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൃപ്പൂണിത്തുറയിലെ സ്വാമിജിയുടെ യജ്ഞം ഉണ്ടാകുമ്പോൾ രാവിലത്തെ സെഷൻ കേട്ടിട്ട്, ചെറിയ കുട്ടിയാ, 5ലോ 6ലൊക്കെയാണ്, രാവിലത്തെ സെഷൻ കേട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. കോളേജിലായപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സയൻസ് കോളേജിലായിരുന്നു. കോളേജിലായപ്പോൾ മോർണിംഗ് സെഷൻ സ്വാമിജിയുടെ കഴിഞ്ഞിട്ട് കോളേജിൽ പോകും. അപ്പൊ എനിക്ക് എൻ്റെ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞ നമ്മുടെ ഒരു ഇക്കിഗൈ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, നമുക്ക് ഏറ്റവും ആനന്ദം തരുന്നത് ഈ വിഷയങ്ങൾ, ഭാരതീയ ജിജ്ഞാസ ചിന്താ പാരമ്പര്യത്തിന്റെ, ജ്ഞാന പാരമ്പര്യത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജം പ്രസരിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായി സ്വാമിജിയുടെ ഒരു ചിന്താ പദ്ധതികൾ എനിക്ക് പ്രയോജനപ്പെട്ടതായി തോന്നിയിട്ടുണ്ട്. അതിൽ ശാസ്ത്രത്തിൻ്റെ വളരെ നിശിതമായ വിമർശനങ്ങളുള്ള യുക്തിയുടെ വഴിയുണ്ടായിരുന്നു. ഭാഷ്യത്തിലൂടെ സ്വാമിജി കൃത്യമായി കടന്നു പോകുന്ന ശൈലി ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് സ്വാമിജിയുടെ ഒരു സൗന്ദര്യശാസ്ത്രപരമായ വ്യാഖ്യാനം, സ്വാമിജിയുടെ ചിന്തകളിൽ ഒരു എസ്തെറ്റിക്സ് ഉണ്ട്, ഒരു കവിയുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു നല്ല പ്രേക്ഷകനുണ്ട്, നല്ലൊരു വായനക്കാരനുണ്ട്. അങ്ങനെയാണ് ഒരുപക്ഷെ ഭാരതീയ ചിന്തകളിലേക്ക് ഏറ്റവും അടുപ്പമുണ്ടായത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു സ്വാമിജി, പീയൂഷിനും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, ഒരുപക്ഷെ സ്വാമിജിയോട് സംസാരിക്കാതെ കുറേ കാലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആശയം കൊണ്ട് ഞങ്ങൾ സ്വാമിജിയോട് എന്നും അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിറന്നാൾ ദിവസം സനാതനസുധയുടെ ചിന്ത പങ്കുവയ്ക്കാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമാണ്. വിശ്വാനമ്പൂരി സാർ ഏൽപ്പിച്ച ദൗത്യം സനാതനസുധയിലെ ഉപനിഷത്ത് ഭാഗങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ്. പരിചയപ്പെടുത്തുക എന്നതിനേക്കാൾ ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും തന്നെ മാഷ്ടെ ശിഷ്യരാണ്,
മാഷോടൊപ്പം ചിന്തകളുമായി സഞ്ചരിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഉപനിഷത്ത് ചിന്തകളെ പരിചയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വം എൻ്റെതാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഇത് എന്തുകൊണ്ട് വായിക്കപ്പെടണം, നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് ഈ ആശയങ്ങളുടെ പ്രവക്താക്കളായി മാറണം എന്നതിനെ കുറിച്ച് നമുക്ക് ഗൗരവമായ ചിലത് ചിന്തിക്കാനുണ്ട്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിന്റെ വൈവിധ്യങ്ങളായ മേഖലകളെ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ ആനുഭൂതികവും യുക്തിഭദ്രവും ജിജ്ഞാസ ജനിപ്പിക്കുന്നതുമായ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ പരിവർത്തനത്തിന് അത് ശ്രവണത്തിലൂടെയും സാധനയിലൂടെയും മനനത്തിലൂടെയും നിധിധ്യാസത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ, ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ സങ്കേതങ്ങൾ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതാദ്യം അറിവായി, ക്രമേണ അത് നമ്മുടെ മനനത്തിന്റെ സാധ്യതയായി, അതിനപ്പുറത്ത് അത് നമ്മെ വിട്ടുപോകാനാവാത്ത വിധം നമ്മുടെ ചിന്തയിൽ നിരന്തരമായി മഥനം ചെയ്തുകൊണ്ടിരിക്കുകയും ശാന്തമാക്കുകയും, അങ്ങനെ ഒരു കാലത്തിലൂടെ നമ്മളൊക്കെ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ ചിന്തയെ തിരിച്ചും മറിച്ചും യുക്തിയുടെ എല്ലാ സാധ്യതകളും എടുത്തുകൊണ്ട് ഒരുപക്ഷെ നിരാസത്തോടടുക്കുന്ന ചിന്തകളിലേക്കൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഒരു ഉത്തരമുണ്ട് എന്ന ഒരു വലിയ ഉറപ്പിലേക്ക് നമ്മെ നയിക്കാൻ ഭാരതീയ ദർശനങ്ങൾക്ക് സാധിക്കും. ഉപനിഷത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേദങ്ങളിൽ അനുഭവിച്ച പ്രപഞ്ച വിജ്ഞാനത്തെ, പ്രപഞ്ചബോധത്തെ ഋഷി പല തലങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ, സംഹിതകളിലൂടെയും ബ്രാഹ്മണങ്ങളിലൂടെയും ആരണ്യകങ്ങളിലൂടെയും ഒക്കെ ഋഷി പ്രപഞ്ചാനുഭവത്തെ നമുക്ക് കാട്ടിത്തരുകയാണ് ചെയ്തത്. ഉപനിഷത്തുകളിലേക്ക് വളരെ സ്വാഭാവികമായി പരിണമിക്കുകയായിരുന്നു ഈ ജ്ഞാന വഴിയെ സഞ്ചരിച്ച ഗുരുവിൻ്റെയും ശിഷ്യന്റെയും ചിന്തകൾ. ഇവിടെ എപ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മുന്നേ നടക്കുന്നയാളുണ്ട്. വഴി വെട്ടിക്കൊണ്ട് അറിവിന്റെ പുതിയ പുതിയ പന്ഥാവുകൾ നമ്മുടെ മുന്നിൽ തെളിച്ചുകൊണ്ട് മുന്നേ നടക്കുന്ന ഒരു വെളിച്ചത്തിന്റെ സാന്നിധ്യം വേദപഠനത്തിന്റെ ആത്യന്തികമായ സ്രോതസ്സായി നമുക്ക് അനുഭവപ്പെടും. മുന്നേ നടക്കുന്ന ഒരു ഋഷിപ്രജ്ഞ, മുന്നേ നടക്കുന്ന ഒരു ബോധപ്രജ്ഞ, ആ വെളിച്ചം കണ്ട് പലയിടത്തുനിന്നുമായി ആ വെളിച്ചത്തിലേക്ക് ആകൃഷ്ടരായി ആ വെളിച്ചത്തിന്റെ വഴികളിലൂടെ നടക്കുന്ന, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന, ആ ഉന്നതമായ ബോധത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന ചിന്തകൾ, ഇങ്ങനെ ഒരു പരസ്പരം പങ്കുവെക്കലിന്റെ ഉന്നതങ്ങളിൽ നിന്നും നമ്മളെപ്പോഴും പ്രയോഗിക്കാറുള്ള മനോഹരമായ ഒരു പ്രയോഗമില്ലേ, അറിവിന്റെ ഹിമാലയം എന്നൊക്കെ ഉപനിഷത്തുകളെ പറയുമ്പോൾ ആ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അറിവ് സാധാരണക്കാരിലേക്ക് വ്യാപരിപ്പിക്കുന്നതിന്, അറിവ് ജിജ്ഞാസുവിലേക്ക് വ്യാപരിപ്പിക്കുന്നതിന്, അറിവ് അർഹിക്കുന്നവരിലേക്ക് വ്യാപരിപ്പിക്കുന്നതിന്, അറിവ് ഏറ്റവും യുക്തമായ ഇടത്തിലേക്ക് പകരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വലിയ മഞ്ഞുമലയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ, ഒരു വലിയ വലിയ പർവ്വതത്തിന് മുന്നിലിരിക്കുമ്പോൾ പതുക്കെ കോടമഞ്ഞിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മളെയും കൂടെ ആശ്ലേഷം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകില്ലേ? അങ്ങനെ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ വേദങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉപനിഷത്ത് പഠിതാവിനുണ്ടാകുന്നത്. നാം സഞ്ചരിക്കുന്ന വഴിയിൽ നാം അറിയാതെ പ്രപഞ്ചത്തെ അറിയാൻ പുറപ്പെട്ട, തനിക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ അറിയാൻ പുറപ്പെട്ട, തനിക്ക് ചുറ്റുമുള്ള ജീവിതത്തെ അറിയാൻ യാത്ര പുറപ്പെട്ട പഥികൻ അറിയാതെ ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് അതിനപ്പുറത്തുള്ള അതിൻ്റെ സത്യത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു പ്രക്രിയയിലാണ് വാസ്തവത്തിൽ ഉപനിഷത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 വേദങ്ങളിലും അന്തർഗതമായിരിക്കുന്ന ഉപനിഷത്തുകൾ ആചാര്യസ്വാമികൾ ഭാഷ്യമെഴുതി നമുക്ക് കൃത്യമായ ഒരു ചിന്താ പദ്ധതി പറഞ്ഞു തന്നിട്ടുള്ള ഈശകേന, കഠപ്രശ്ന, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ഛാന്തോഗ്യം, ബൃഹദാരണ്യകം എന്ന
ദശോപനിഷത്ത് പദ്ധതിയാണ് സാറ് പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. ഇതുൾപ്പെടെയുള്ള മറ്റ് എല്ലാ ഉപനിഷത്തുകളും വേദത്തിലൂടെ സഞ്ചാരം നടത്തിയ ഒരു പഠിതാവിന് സ്വാഭാവികമായും ഈ പ്രപഞ്ചത്തെ അറിഞ്ഞ് അതിലലിഞ്ഞ്, സ്വാമിജി ആ ഉപ്പുപാവയുടെ കഥ, പ്രസിദ്ധമായ കഥ പറഞ്ഞത് ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോഴാണ് കേട്ടത്. എനിക്ക് സ്വാമിജി പറയുന്നത് പോലെ തന്നെ അതിനെ ഭാവാത്മകമായി ഇമാജിൻ ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തെ. അപ്പൊ സ്വാമിജി പറഞ്ഞതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളെപ്പോലെ ഒരു തലമുറ ഉൾക്കൊണ്ടത് എന്ന് എനിക്ക് തരുന്ന ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ തരുന്ന ഒരു സന്തോഷം തെളിവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പറഞ്ഞു വന്നത്, ഉപ്പുപാവ വളരെ കൃത്യമായി കടലിലേക്ക് ഇറങ്ങി കടലായി തീർന്നതുപോലെ ഒരു പഠിതാവിനെ ബോധമാക്കി എന്താശയമാണോ, അതാണ് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് ഉപനിഷത്ത് സധൈര്യം പ്രഖ്യാപിച്ചത്. എന്താശയത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്, നിങ്ങൾ അതായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക്, ത്രിപുടി മുടിയുന്ന അനുഭവത്തിലേക്ക്, പഠിപ്പിക്കുന്ന ഗുരുവും പഠിപ്പിക്കുന്ന ശാസ്ത്രവും പഠിച്ച വഴിയും ഒക്കെ ഇല്ലാതായി. അമ്മ എപ്പോഴും ഒരു പോൾ വോൾട്ട് കളിക്കാരൻ്റെ ഉദാഹരണം പറയാറുണ്ട്. അവിടം വരെ ആ വടിയിൽ കുത്തി പൊങ്ങിയിട്ട് പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു ലോകത്തിലേക്ക് ആ വടി പിന്നിലേക്ക് ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരനുഭവം ഉണ്ടാക്കിത്തരുന്ന ഒരു പഠന പദ്ധതിയാണ് വേദങ്ങളിൽ നിന്നും എങ്ങനെ ഉപനിഷത്തിലേക്ക് സംക്രമിച്ചു എന്നത് വളരെ കൗതുകകരമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉപനിഷത്തുകളെ വേദങ്ങൾ, എനിക്ക് സനാതന സുധ എന്ന് പറയുന്നത്, അതിലെ സുധ, അതിലെ അമൃത് വാസ്തവത്തിൽ ഉപനിഷത്താണ്. ഉപനിഷത്ത് ചിന്ത വിപുലീകരിക്കപ്പെട്ടതാണ്. ഉപനിഷത്ത് ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വേദാന്തം എന്ന് പറയില്ലേ. അറിവിന് അങ്ങനെ ഒരു ബോധ്യത്തിന്റെ തലമുണ്ട് ഭാരതത്തിന്റെ ചരിത്രത്തിൽ. അറിവ് ഒരു ഉറപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു തലമുണ്ട് ഭാരതത്തിന്റെ ദാർശനിക പദ്ധതിയിൽ. അതുകൊണ്ട് തന്നെ വേദാന്തോ നാമ ഉപനിഷത് പ്രമാണം എന്ന് നമ്മൾ പറയുന്നത് ഈ വേദത്തെ മുഴുവനും കടഞ്ഞെടുത്ത് അതിൻ്റെ സാരം തേടി, ആ സാരം എപ്പോഴാ കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ, കാത്തിരിക്കാം, ചിന്തയിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം. പക്ഷേ ആ അനുഭവാവസാനത്വാത് എന്ന തലത്തിലാണ് ഒരുവനിലേക്ക് ഉപനിഷത്ത് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാർ പറഞ്ഞത്, ബാക്കിയൊക്കെ പഠിക്കാം, എന്നിട്ട് വേദാന്തം സംഭവിക്കാനായി കാത്തിരിക്കാം, മണിയറ ഒരുക്കി കാത്തിരിക്കാം എന്ന് പറയുന്നത് പോലെ ബാക്കിയെല്ലാം പഠിച്ച് ശാസ്ത്രത്തിലൂടെ ബുദ്ധിയെ മഥനം ചെയ്ത് വിചാരത്തിലൂടെ കൂടുതൽ സൂക്ഷ്മമാക്കി കാത്തിരിക്കാം. സാഖ്യയോഗങ്ങൾ പഠിക്കാം, ന്യായവൈശേഷികങ്ങൾ പഠിക്കാം, കർമ്മമീമാംസ പഠിക്കാം. ഇതൊക്കെ ബുദ്ധിയെ ദൃഢപ്പെടുത്തുന്നതിന്, ബുദ്ധിയുടെ പല തലത്തിലേക്കുള്ള പ്രയാണങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സൂക്ഷ്മമാക്കുന്നതിന് സഹായിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാധകനിലേക്ക് അറിയാതെ സംഭവിക്കുന്നതാണ് വാസ്തവത്തിൽ വേദാന്തം. അതുകൊണ്ട് ഉപനിഷത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ സാധകന്റെ സഞ്ചാരം തന്നെയാണ്. ഉപനിഷത്ത് അതിൻ്റെ വാക്ക് സാർ അങ്ങനെയാണ്, കൃത്യമായ ഒരു അധ്യാപകന്റെ ഒരു പഠിപ്പിക്കുന്ന മെത്തഡോളജി ഉണ്ട്. ഞാൻ ആ മെത്തഡോളജി ഒന്നും എടുക്കുന്നില്ല. കാരണം പ്രിയപ്പെട്ട ചില ആശയങ്ങൾ പറയുമ്പോൾ നാം നിൽക്കുന്നത് എവിടെയാണെന്നും നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നൊക്കെയുള്ളൊരു പരിമിതി, അതിനെ തരണം ചെയ്ത് പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും. സാർ ഒരു അധ്യാപകന്റെ മെത്തഡോളജിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഉപനിഷത്തുകളിൽ ഈശാവാസ്യം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് വേദങ്ങളിൽ നിന്നും വേദാർത്ഥങ്ങളെ അറിയാൻ വേണ്ടി ഋഷി നടത്തിയ മനോഹരമായ ഈ പദ്ധതിയിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതാണ് മാഷുദ്ധരിച്ചത്, നിഗമകൽപ്പതരോർഗളിതം ഫലം. മനോഹരമായ ഫ്രൂട്ടാണ്, അത് കണ്ടിട്ടാണ്, അതാണ് അതിൻ്റെ സാരം. അതുപോലെ സനാതന സുധയാണ് വാസ്തവത്തിൽ സനാതന ധർമ്മത്തെ മഥനം ചെയ്ത് അതിനെ കടഞ്ഞ് എടുത്ത അമൃതാണ് വാസ്തവത്തിൽ ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഉപനിഷത്തിൻ്റെ ഈ അധ്യാത്മവിദ്യയെ പരിചയപ്പെടുത്തുമ്പോൾ സാറ് അധ്യാപകൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ ഉപനിഷത്ത് ശബ്ദത്തെ പരിചയപ്പെടുത്തുന്നു.
ഉപാഹ്നി എന്ന ഉപസർഗങ്ങളോടുകൂടിയ സദ്ധാതുവിന് ഗത്യവസാദന വിശരണാർത്ഥങ്ങളുണ്ട് എന്ന് സാറിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സമീപത്തിരിക്കുന്ന, അടുത്ത് വന്നിരിക്കുന്ന, ചേർന്നിരിക്കുന്ന. അതിലൊരു ഫിസിക്കലായ ചേർന്നിരിക്കുന്നതിനേക്കാൾ അതിന് ഹൃദയങ്ങളുടെ ചേർന്നിരിപ്പ് എന്നൊരർത്ഥമുണ്ട്. ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും, അതാണ് ഉപനിഷത്തിന്റെ രഹസ്യവിദ്യ എന്ന് പറയുന്നത്. നാം എപ്പോഴും ഏറ്റവും രഹസ്യമായ ഒന്ന് സംവേദനം ചെയ്യുവാനായി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഹൃദയലയമുള്ളവരെ ആയിരിക്കും, ഏറ്റവും അടുത്തിരിക്കുന്നവരെ ആയിരിക്കും, നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്നവനെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗത്യവസാദന വിശരണാർത്ഥങ്ങളിൽ വ്യാപിക്കേണ്ട ഒരുവനിലെ, അവനിൽ ഉളവാകുന്ന അറിവ്, അവനിൽ സംഭവിക്കുന്ന അറിവ് അവനെ ജ്ഞാനത്തിലേക്ക് പ്രാപിപ്പിക്കുകയും അവനെ പരിപൂർണമായ ബോധത്തിലേക്ക് പ്രാപിപ്പിക്കുകയും അയാളുടെ കർമ്മങ്ങളെ, അയാളുടെ പ്രവൃത്തികളെ, അയാളുടെ അജ്ഞാനത്തിൻ്റെ ഇരുണ്ട ഗർത്തങ്ങളെ മുഴുവനായും അടയ്ക്കുകയും അയാളെ ആനന്ദത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് പ്രാപിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ആ വാക്കിൻ്റെ തന്നെ ആശയം. അപ്പോൾ അടുത്തിരുന്ന് തൻ്റെ ഈ സമതലങ്ങളിലിരിക്കുന്ന ശിഷ്യനിലേക്ക് ഉയരങ്ങളിലിരിക്കുന്ന ഗുരുവിൽ നിന്നും ഒഴുകിയെത്തുന്ന അഹൈതുകദയാസിന്ധു എന്ന് നമ്മൾ പറയില്ലേ, അവ്യാജ കരുണാമൂർത്തി എന്ന് നമ്മൾ പറയില്ലേ, ഈ അഹൈതുകമായ ദയ കൊണ്ട് ഇവനെ ഇനിയും ബ്രഹ്മാവിൻ്റെയും അന്തകന്റെയും അഹോ ഡിപ്പാർട്ട്മെന്റിൽ കിടന്നമ്മേ ഞാൻ വലയുന്നിതെത്ര യുഗമായി, എന്നാണിതിന്മോചനം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രദീപ്ത ശിരസിനെ പോലെ, തലയ്ക്കു തീപിടിച്ചവനെ പോലെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കൂട്ടിമുട്ടിക്കാനാവാതെ ചിന്തയുടെ വേദനകളിൽ ജീവിക്കുന്ന ഒരാൾക്ക് അയാളിലേക്കൊരു കുളിർക്കാറ്റായി, അയാളിലേക്കൊരു കോടമഞ്ഞിറങ്ങി വരുന്നത് പോലെ അറിവിൻ്റെ മഹാഹിമാലയങ്ങളിൽ നിന്നും ഗുരു സാന്നിധ്യമായി ഇറങ്ങി വരികയാണ്. ഇവിടെയാണ് ഈ അടുത്തിരിക്കലിൻ്റെ, ചേർന്നിരിക്കലിൻ്റെ, ഒരുമിച്ചിരിക്കലിൻ്റെ പ്രത്യേകത ഉണ്ടാവുന്നത്. ആശയം കൊണ്ട് അടുത്തിരിക്കുക, ഹൃദയം കൊണ്ട് അടുത്തിരിക്കുക, സ്നേഹം കൊണ്ട് അടുത്തിരിക്കുക. ഇതാണ് ഉപനിഷത്തിലെ അധികാരി. സാറ് സൂചിപ്പിച്ചു, നിത്യാനിത്യവസ്തു വിവേകം നേടിയവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം തേടാനുള്ള മുമുക്ഷുത്വം ഉദിച്ചവൻ, ഈ ലോകത്തിൻ്റെ സത്യ അനൃതങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞവൻ, ഇവനൊക്കെയാണ് ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളിലൂടെ സ്വയം പാകപ്പെടുത്തിയവനാണ്. വേദവേദാംഗങ്ങൾ മുഴുവനും അഭ്യസിച്ച് തനിക്ക് വേണ്ടതെന്താണ്, ഇനിയും എൻ്റെ തലയ്ക്ക് പിടിച്ച തീയിൻ്റെ ചൂടാറ്റാൻ ആ ഗുരു സാന്നിധ്യം ഉണ്ടായേ മതിയാകൂ എന്ന് സാന്ത്വനത്തിന് വേണ്ടി വരുന്ന ഒരാളിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഒന്ന് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയില്ലേ, അത് മുട്ടി അത് പൊട്ടിക്കാറായി വെച്ചിരിക്കുകയായിരുന്നു. ആ അവസാനത്തെ സ്പർശത്തിന് വേണ്ടിയിട്ട്, ആ അവസാനത്തെ പ്രഹരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവനിലേക്കാണ് വാസ്തവത്തിൽ ഉപനിഷത്ത് ഗംഗ ഒഴുകിയെത്തുന്നത്. ഈ അടുത്തിരിക്കലിനെയാണ് ഉപനിഷത്തിൽ അധികാരിയായി പറയുന്നത്. സമീപത്ത് രഹസ്യമായി ചേർന്നിരിക്കുന്ന അധികാരിയിലേക്ക് താഴേക്ക് ഒഴുകുകയാണ് ആ വാത്സല്യം, ഗുരുവിൻ്റെ കാരുണ്യം. ഇത് അയാളുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തിലേക്ക് അയാളെ പ്രാപിപ്പിച്ച് അയാളുടെ ഇതുവരെയുള്ള എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും അയാളെ സ്വതന്ത്രനാക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ തത്വചിന്തയാണ് വാസ്തവത്തിൽ ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നത് എന്ന് ഉപനിഷത്ത് പദം തന്നെ നമ്മെ ബോധിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ഉപനിഷത്തിൽ ഏറ്റവും പ്രധാനമായത് ഈ അധികാരി ആരാണ്, ഇത് പഠിക്കാനുള്ള യോഗ്യത ആർക്കാണ് എന്നതിലാണ് ഉപനിഷത്തിൻ്റെ തലം നമുക്ക് പ്രസക്തമാകുന്നത്. ഉപനിഷത്ത് ഒരിക്കലും ഒരു സാധാരണക്കാരനോടല്ല പറഞ്ഞത്, ഒരു പൊതുസമൂഹത്തോടുമല്ല പറഞ്ഞത്, കുറെ പേരെ വിളിച്ചിരുത്തിയുമല്ല പറഞ്ഞത്. ഉപനിഷത്ത് ഏറ്റവും യോഗ്യനായ ഒരാൾക്ക് ഏറ്റവും കൃത്യമായ സമയത്ത് ഏറ്റവും ശാന്തമായ അവസ്ഥയിൽ പതുക്കെ പതുക്കെ
ഒട്ടും ഉദ്വേഗങ്ങളില്ലാതെയാണ് ഉപനിഷത്ത് നമ്മളോട് സംസാരിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതൊരു ഹയർ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഉപനിഷത്ത്. നമുക്കൊരു സെമിറ്റിക് മതങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സംസ്കാരത്തിലെ നാം പഠിച്ചു തുടങ്ങേണ്ട ചില ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ചെയ്യേണ്ടതിനെയും ചെയ്യരുതാത്തതിനെയും കുറിച്ചുള്ള ബോധങ്ങളുണ്ട്. നമുക്ക് ധർമ്മമീമാംസകൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എന്തനുഷ്ഠിക്കണം, എന്തനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ കർത്തവ്യാകർത്തവ്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന, നമ്മെ സാന്ത്വനിപ്പിക്കുന്ന, നമ്മളുടെ മുന്നിൽ ഒരു ആശ്വാസമായി വരുന്ന, നമുക്കൊരു സമാധാനം പകരുന്ന കൃതികളൊക്കെ ധാരാളം നമ്മളുടെ പഠനത്തിന്റെ ഭാഗമായി നാം പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉപനിഷത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, ഗുരു ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് ഉന്നതമായ ബോധമുള്ള ഒരു പഠിതാവിലാണ് ഉപനിഷത്ത് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്. അതാണ് ഉപനിഷത്തിന്റെ അധികാരിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക ജീവിതത്തിന്റെ ആകുലതകളിൽ നിന്നൊക്കെ സ്വയം പരിപക്വത നേടിയ ഒരാളിലാണ് ഉപനിഷത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ശാസിച്ചുകൊണ്ട്, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതിനെയും കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ട്, നമുക്ക് പ്രപഞ്ച പേടിക്കരുത്, ഞാനുണ്ട്, സമാധാനിപ്പിക്കാം എന്നൊക്കെ പറയുന്ന തലത്തിനപ്പുറത്ത് ഉപനിഷത്ത് കുറച്ചുകൂടി ഉന്നതമായ ഒരു ബോധത്തിൻ്റെ തലത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു എന്നിടത്താണ് ഈ പ്രപഞ്ച ബോധം നൽകുന്ന പ്രൗഢമായ ഒരു അനുഭൂതിയിലേക്ക് ശിഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നിടത്താണ് ഒരുപക്ഷെ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്നുകൊണ്ട് ഒരാൾ അയാളുടെ ജീവിതത്തിന്റെ അറിവ് മുഴുവൻ സ്വാംശീകരിച്ച് അതിനെ ആറ്റിക്കുറുക്കി നമുക്ക് പറഞ്ഞു തരില്ലേ, ഇതുപോലെയാണ് ഉപനിഷത്തിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഒരു ഉന്നത ബോധ്യമുള്ള ഒരു പഠിതാവിലേക്കാണ് ഉപനിഷത്ത് എത്തുന്നത്. പലപ്പോഴും നമ്മൾ വിമർശനങ്ങളായി കേട്ടിട്ടുണ്ട്, ഉപനിഷത്തുകളിൽ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഒന്നും ഘടകങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ വിമർശനങ്ങളായി കേട്ടിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായ സ്നേഹം എന്താണ് എന്ന് നമ്മൾ പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ സൈഡിൽ ബാൽക്കണിയിൽ സ്ഥിരമായി മുട്ടയിടാൻ വരുന്ന കുറച്ച് പ്രാവുകളുണ്ട്. ഈ പ്രാവുകളുടെ കൗതുകത്തോടെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. മുട്ടയിടാനുള്ള കാലാവുമ്പോഴേക്കും സൈഡിൽ വരും, അവിടേക്ക് ഇരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മുട്ട വരും. പതുക്കെ പതുക്കെ ഓരോ ദിവസം ആകുമ്പോൾ അത് അത് വലുതായി വരും. അമ്മ വളരെ നമ്മൾ വിശ്വംഭവത്ത് ഏകനീടം എന്നൊക്കെ ഞാൻ അതിൽ നോക്കി വിചാരിക്കാറുണ്ട്. അതുപോലെ സ്നേഹത്തോടെ അമ്മ സംരക്ഷിക്കും, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും, എവിടെ നിന്നൊക്കെയോ കൊത്തിപ്പറക്കി ഓരോ സാധനത്തെ കൊണ്ട് കൊടുക്കും. അങ്ങനെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ സംരക്ഷിച്ചുകൊണ്ട് കുറച്ചു കാലം ഉണ്ടാവും. പക്ഷെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഗൗരവമായ ഒരു ഘട്ടമാണ്. അത് ആ തള്ളപ്പക്ഷി ചെയ്തിരിക്കും. ഒരു ദിവസം ആ 5-ാമത്തെയോ 10-ാമത്തെയോ 12-ാമത്തെയോ നിലയുടെ മുകളിൽ നിന്നും യാതൊരു കാരുണ്യവുമില്ലാതെ, ഈ നാഷണൽ ജിയോഗ്രഫിക് ചാനലൊക്കെ കാണുമ്പോൾ അറിയാം, മരത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നും യാതൊരു കാരുണ്യവുമില്ലാതെ താൻ ഇത്രയും കാലം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച തൻ്റെ പ്രിയപ്പെട്ട ഈ പക്ഷിക്കുഞ്ഞിനെ തള്ളി അകറ്റി കൊത്തി പുറത്തേക്കിട്ട് അതൊരു എവിടേക്കാ പോവണ്ടേന്നറിയാത്തൊരു വിജനതയിലേക്ക് അത് നിപതിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാൽ ആ പക്ഷിക്ക് അടുത്തതുണ്ടാകുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് വിടാണ്. സ്നേഹമായിരുന്നു ഇത്രയും കാലം കൊണ്ട് നടന്നിരുന്നത്, കൂടെ കൊണ്ട് നടന്നു, ചേർത്ത് പിടിച്ചു കൊണ്ട് നടന്നു. പക്ഷെ സ്നേഹത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രൗഢമായ അനുഭവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, സ്നേഹം എന്നാണ്. അതിൻ്റെ സ്വന്തം ചിറകുകളിൽ പറക്കാൻ സഹായിക്കുന്ന വിധത്തിൽ ആ പക്ഷിക്കുഞ്ഞിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ആ അമ്മ തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും വിരമിക്കുകയും അനന്തമായ ആകാശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ചിറകുകളെ അത് പുറത്തെടുത്ത് അത് പതുക്കെ ഉയർന്നു പൊങ്ങാൻ ആദ്യമായി തൻ്റെ സ്വന്തം ചിറകുകളിൽ പറക്കുന്ന ആനന്ദം ഈ പക്ഷിക്കുഞ്ഞ് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു തലമാണ് ഭാരതീയ ദർശനങ്ങളിൽ ഉപനിഷത്തുകൾ നമുക്ക് തരുന്നത്. ഉപനിഷത്തുകൾ നമ്മെ ഒരു ശിഷ്യനെ, ഒരു പഠിതാവിനെ ഒരു ഗുരുവിൻ്റെ സ്നേഹത്തോടെ പഠിപ്പിച്ച് കൂടെ നിർത്തി
ഏറ്റവും ആത്യന്തികമായ സ്നേഹം സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. ഏത് ബന്ധത്തിലും അങ്ങനെയല്ലേ? സ്വാതന്ത്ര്യമില്ലാത്ത സ്നേഹത്തിന്, ചേർത്ത് പിടിക്കാൻ മാത്രം അറിയുന്ന സ്നേഹത്തിന് എത്ര കാലം നമ്മെ എത്ര കാലം അത്തരമൊരു സ്നേഹത്തെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും? അത്തരമൊരു സ്നേഹം നമ്മെ വീർപ്പ് മുട്ടിക്കുന്ന സ്നേഹമായി അവസാനം അനുഭവപ്പെടും. സ്നേഹത്തിന്റെ ഏറ്റവും ആത്യന്തികമായ തലം സെമിറ്റിക് മതങ്ങൾ നമ്മെ കൊണ്ടു നടക്കുന്നുണ്ട്. ഒരു മതചിന്ത, ഒരു കർത്തവ്യാകർത്തവ്യങ്ങളെ കുറിച്ചുള്ള ചിന്ത ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വിമൃശ്യേതദശേഷേണ യദിച്ഛസി തഥാ കുരു എന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ വേദന അനുഭവിക്കുമ്പോഴാണ്, ആ വിജനതയിൽ ഒറ്റപ്പെടുമ്പോഴാണ് തനിക്കൊരു ചിറകുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഉയർന്നു പൊങ്ങാൻ ഒരു ചിറകുണ്ട് എന്ന് ആദ്യമായി ചിറക് വിരിച്ച പക്ഷിയുടെ ആനന്ദമാണ് വാസ്തവത്തിൽ ഉപനിഷത്ത് പഠനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്നത്. ഇങ്ങനെയൊരു അധികാരിയെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട്, ഇങ്ങനെയൊരു സ്വാതന്ത്ര്യത്തിന്റെ ദർശനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈശാവാസ്യവും കേനവും കഠവും ഉൾപ്പെടുന്ന ഭാരതീയ ഉപനിഷത്ത് സിദ്ധാന്തം നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉപനിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പഠിതാവ് താൻ ഇത്രയും കാലം കൊണ്ടുവന്നിരുന്ന ഭാരങ്ങളെ മുഴുവനും ഇറക്കി വെച്ച്, ചിന്തയുടെ മുഴുവൻ ഭാരങ്ങളെയും ഇറക്കി വെച്ച് താൻ ഉന്നതമായ ഈ ബോധ്യത്തെ സ്വീകരിക്കാനുള്ള മനോഭാവത്തിലേക്ക് സ്വാഭാവികമായും പരിവർത്തനപ്പെട്ടിരിക്കും. ഉപനിഷത്തുകളിൽ വളരെ ഹൃദയസ്പർശിയായ ചില വ്യക്തികളെ, ചില സന്ദർഭങ്ങളെ, ചില സംഭവങ്ങളെ ഒക്കെ നാം പരിചയപ്പെടുന്നുണ്ട്. ഈശാവാസ്യം സാറ് സൂചിപ്പിച്ചു. ഈശാവാസ്യമിതം സർവം എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരു ദർശനം എത്രമാത്രം കരുത്തുള്ള ദർശനമായിരിക്കും. തേന ത്യക്തേന ഭുഞ്ജീഥ എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ മഹത്വം എത്രമാത്രം വലുതായിരിക്കും. ഇത് ഭാരതീയ ദർശനത്തിന്റെ സാരമാണ്. നീ ഈ ലോകത്തെ അനുഭവിക്കുമ്പോൾ, ഈ ലോകത്തിലെ ഭോജ്യങ്ങളായ വിഷയങ്ങളെ മുഴുവനും അനുഭവിക്കുമ്പോൾ നീ ഈ വലിയ സമൂഹത്തെ ത്യാഗത്തിലൂടെ ഭുജിക്കണം. ഈ വലിയ സമൂഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭോഗവും ത്യാഗവും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതാണ് ഭാരതീയ ദർശനങ്ങൾ. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട എന്ന് ഗുഹന് കൊടുത്ത ഉപദേശമാണ്. ഇത് നമ്മുടെ ഒരു വലിയ സിദ്ധാന്തത്തിന്റെ സാരമായിരുന്നു. ഭോഗത്തെ എങ്ങനെ അനുഭവിക്കണം, ഭോഗത്തെ ത്യജിച്ചുകൊണ്ട് അനുഭവിക്കാനുള്ള തലത്തിലേക്ക് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുകയാണ് ഈശാവാസ്യം പോലെ ഒരു ചിന്ത. ഭാരതീയ ദർശനം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയാണ്. കേനോപനിഷത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്കെപ്പോഴും പറയുന്ന, ചിന്തയുടെ പല തലങ്ങളിൽ നമ്മെ മഥിച്ചുകൊണ്ടിരിക്കുന്ന കേനേഷിതം പതതി പ്രേഷിതം മന, കേന, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആരിച്ഛിച്ചിട്ടാണ് ഞാൻ വാക്കുകൾ കേൾക്കുന്നത്? എൻ്റെ കണ്ണിന് കാഴ്ചയായി നിലനിൽക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ജിജ്ഞാസയെ ഉണർത്തുകയും നമ്മുടെ ചോദ്യങ്ങളുടെ ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. വളരെ ഹൃദ്യമാണ് ഉപനിഷത്തുകളുടെ മംഗള ശാന്തി പാഠങ്ങൾ. വളരെ പ്രസിദ്ധമായ ശാന്തി പാഠം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. സർവമനോഹരമായി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭാരതം ഒരു നാട്, ആ നാടിൻ്റെ പൗരന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിൻ്റെ വിദ്യാഭ്യാസം. ഇന്ന് ആധുനിക വിദ്യാഭ്യാസ പദ്ധതികൾ പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. പുതിയ വിദ്യാഭ്യാസ സങ്കേതങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന കാലമാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ദർശനം എന്തായിരുന്നു? ഇന്ത്യയുടെ വിദ്യാഭ്യാസ ദർശനം ഉപനിഷത്തിന്റെ വിദ്യാഭ്യാസ ദർശനമായിരുന്നു. സ്വാതന്ത്ര്യം കൊടുക്കുന്ന, ആത്യന്തികമായ ചിന്തയുടെ ചുരുങ്ങിയ ഇടങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം കൊടുക്കുന്ന വിദ്യാഭ്യാസമായിരുന്നു. 4 പില്ലേഴ്സ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ 4 അത്താണികളാണ് ഈ 4 സിദ്ധാന്തങ്ങളും. നീ അറിയുന്ന അറിവ് എങ്ങനെയായിരിക്കണം? അറിവാണ് ലോകത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചത്. അറിവിന്റെ ജനാധിപത്യവൽക്കരണമായിരുന്നു നവോത്ഥാന മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിച്ചത്. നമ്മൾ അറിവ് അവതു, നമ്മെ പുലർത്തുന്ന അറിവായിരിക്കണം, നമ്മെ നിലനിർത്തുന്ന അറിവായിരിക്കണം.
നമുക്ക് ആത്യന്തികമായി നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കണം അറിവ്. നമ്മെ വീര്യവാന്മാരാക്കുന്നതാവണം അറിവ്. ഒരു വ്യക്തിയുടെ സ്വത്വമാണ് അയാളുടെ വീര്യം. അതുകൊണ്ട് അറിവ് ഒരാളെ വീര്യവാനാക്കുന്ന അറിവായിരിക്കണം. വിദ്വേഷങ്ങൾക്ക് അതീതമായി മനസ്സിന്റെ സങ്കുചിതമായ ഇടങ്ങളെ തുറക്കാൻ പ്രേരിപ്പിക്കുന്ന അറിവായിരിക്കണം. അപ്പൊ ഉപനിഷത്ത് എന്ത് പറഞ്ഞു എന്നത്, ഉപനിഷത്തിന്റെ ഈ ഒരു ശാന്തി പാഠമേ ഉള്ളൂ. എല്ലാ ഉപനിഷത്തുകളിലും വേദങ്ങളിലെ ശാന്തി പാഠങ്ങൾ അനുവർത്തിച്ചിട്ടുണ്ട്. ഈ ശാന്തി പാഠങ്ങളൊക്കെ ഉപനിഷത്ത് നൽകുന്ന സന്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. കേനത്തിൽ നിന്നും കഠത്തിലേക്ക് വരുമ്പോൾ നാം ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ഒരു സത്യത്തിനോട് നേർക്കുനേർ നിന്ന് സംസാരിക്കുകയാണ്. ഭാരതചിന്ത ലോകത്തിന് സംഭാവന ചെയ്ത മിടുക്കന്മാരായ യുവാക്കളിൽ ഏറ്റവും ധീരനായ ഒരാളെ നാം അവിടെ പരിചയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കണ്ഡേയനും സാവിത്രിയും നചികേതസ്സുമായിരിക്കും മൃത്യുദേവനോട് നേരിട്ട് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. ഇവര് മൂന്നുപേരും ഏറ്റവും ജീവിതത്തെ ആഴത്തിൽ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചവരാണ്. നചികേതസിന്റെ ചോദ്യം 3 ദിവസം കാത്തുനിന്ന് ഞാൻ അറിഞ്ഞിട്ടേ തിരിച്ചു പോകൂ എന്ന പ്രലോഭനങ്ങളിൽ പെടാത്ത ഭാരതീയ യുവത്വത്തെയാണ്. ഉപനിഷത്ത് ഒരാളിൽ എങ്ങനെയാണ് ഈ ഊർജം നിറയ്ക്കുന്നത് എന്നതാണ് നചികേതസിനെയും സത്യകാമനെ പോലെയുള്ളവർ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ പരിസരങ്ങളിലൂടെ, ജീവിത പരിസരങ്ങളിലൂടെ ഉപനിഷത്തുകൾ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. കഠോപനിഷത്തിലാണ് നമ്മുടെ ജീവിതത്തെയൊക്കെ ആഴത്തിൽ സ്പർശിക്കുന്ന പ്രസിദ്ധങ്ങളായ, നാം പേർത്തും അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കേണ്ടുന്ന ആശയങ്ങളുടെ കലവറയാണ് വാസ്തവത്തിൽ കഠോപനിഷത്ത്. നചികേതസിലൂടെ വെളിവാക്കപ്പെടുന്ന മരണമാണ് ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനായ, യുവത്വത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത മിടുക്കനായ ഒരു ബാലകന്റെ മുന്നിൽ മരണം ജീവിതത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. യമദേവനിൽ നിന്നും ജീവിതം എന്താണ് എന്ന് നചികേതസ് ക്രമേണ തിരിച്ചറിയുന്ന അനുഭവമാണ് കഠോപനിഷത്ത് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ധീരനാരാണ്? ആരാണ് കശ്ചിത് ധീര എന്ന് നമ്മൾ പറയുന്നത് പോലെ ആവൃത്ത ചക്ഷുസിനെ അവനവനിലേക്ക്, ബോധത്തിലേക്ക് തിരിഞ്ഞ് അവനവനെ അനുസന്ധാനം ചെയ്തുണർത്തുന്നവനെ ധീര എന്ന് വിളിച്ച ഒരു സംസ്കാരം നമുക്ക് കഠോപനിഷത്ത് പറഞ്ഞു തരുന്നുണ്ട്. വലിയ സാധനയാണ് ഉപനിഷത്തുകളിലെ ഓരോ മന്ത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നത്. മഹാഭാരതത്തിൽ എങ്ങനെയൊക്കെയാണ് ജീവിതം ഇങ്ങനെ മനുഷ്യനെ പലയിടത്തു കൊണ്ടെത്തിക്കുമ്പോൾ ആ ജീവിതാനുഭവങ്ങളുടെ നൂല് പിടിച്ച് താഴേക്ക് വന്നാൽ നാം എത്തിച്ചേരുന്നത് മഹാഭാരതത്തിൻ്റെ സാരമായ ഭഗവത്ഗീതയിലായിരിക്കും. അത് ഉപനിഷത്തുകളിലേക്കാണ് ആ നൂല് നീളുന്നത്. അതിൻ്റെ പണ്ട് ബ്രഹ്മാവ് അന്വേഷിച്ചു പോയില്ലേ, ഇതിൻ്റെ അറ്റം എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോയതുപോലെ അന്വേഷിച്ച് ജീവിതത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ജീവിതത്തിന് ഉത്തരം തേടേണ്ടത്, ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് ഉത്തരം തേടേണ്ടത്, മഹാഭാരതം ഈ മെത്തഡോളജിയാണ് നമ്മെ പരിചയപ്പെടുത്തിയത്. ജീവിതാനുഭവങ്ങൾക്ക് ഉത്തരം തേടേണ്ടത് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അന്വേഷിച്ചു ചെന്നാൽ ഭഗവത്ഗീത കൊണ്ടെത്തിക്കുന്നത് അതിൻ്റെ ഇങ്ങേയറ്റം ഉപനിഷത്തുകളിലാണ്. നജായത്തെ മ്രിയത്തെ വാ എന്ന ആശയങ്ങളിലൂടെ തുടങ്ങിയിട്ട് അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യത്തെ ഹന്യമാനേ ശരീരേ. ഭാരതീയ ചിന്തകളിലൊക്കെ അനുരണനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആശയമാണ്. കഠോപനിഷത്തിൽ നിന്നും പ്രശ്നോപനിഷത്തിലേക്കും മനോഹരമായ പശ്ചാത്തലം, ഇതുപോലെ മനോഹരമായ ഒരു ആരണ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിപ്പലാദനിലേക്ക് ഇങ്ങനെ വന്നു ചേരുകയാണ് ശിഷ്യന്മാർ. എന്തൊരു
ശാന്തമായ, എന്തൊരു ഗൗരവമായ, എന്തൊരു പ്രൗഢമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം ആ ഗുരുവും ശിഷ്യനും ചേർന്നിരിപ്പ് കടന്നുപോയിട്ടുണ്ടാവുക. മുണ്ടകോപനിഷത്ത് മനോഹരങ്ങളായ കഥകളെ കൊണ്ട്, മനോഹരങ്ങളായ അനുഭവങ്ങളെ കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഈ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ധാരാളം ലളിതമായ കഥ പറഞ്ഞു തന്നുകൊണ്ട്, വളരെ രസകരമായ കഥകൾ പറഞ്ഞു തന്നുകൊണ്ട് മുണ്ടകവും മാണ്ഡൂക്യവുമൊക്കെ, മാണ്ഡൂക്യം ഏകമേവാലം മുമുക്ഷൂണാം വിമുക്തയേ എന്ന് പറയാറുണ്ട്. മാണ്ഡൂക്യോപനിഷത്ത് മാത്രം മതി മുമുക്ഷുക്കൾക്ക്, മോക്ഷത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ. കൂടുതലൊന്നും അന്വേഷിച്ചു പോകണ്ട. ഈ 12, അപ്പൊ കൂടുതലിലല്ല, ഒത്തിരി പഠിക്കുന്നതിലല്ല, ഒന്നിനെ വീണ്ടും വീണ്ടും അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കുന്നതിലാണ് കാര്യം എന്ന് പറയുന്നു. പ്രസിദ്ധങ്ങളായ മഹാവാക്യങ്ങൾ എന്ന് നാം പറയപ്പെടുന്ന എല്ലാം മഹാവാക്യങ്ങളാകുമ്പോഴും ഈ ഉപനിഷത്തിന്റെ സന്ദേശത്തെ ചേർത്തു നിർത്തുന്ന അഹം ബ്രഹ്മാസ്മിയെ പോലെയുള്ള, തത്വമസിയെ പോലെയുള്ള, പ്രജ്ഞാനം ബ്രഹ്മയെ പോലെയുള്ള, അയമാത്മാ ബ്രഹ്മ എന്നതിനെ പോലെയൊക്കെയുള്ള അനുസന്ധാന വാക്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് മാണ്ഡൂക്യവും മുണ്ടകവും നമ്മെ കൊണ്ടുപോകുന്നു. തൈത്തിരീയോപനിഷത്ത് വളരെ കൃത്യമായി ബ്രഹ്മചാരിയെയും വിദ്യാർത്ഥിയെയും വിദ്യാഭ്യാസത്തെയും അധാതിവിദ്യം ആചാര്യപൂർവരൂപം അന്തേവാസ്യുത്തരരൂപം വിദ്യ എന്നത് വിദ്യ എന്നത് സന്ധാനം, പ്രവചനം എന്നത് സന്ധി. വിദ്യാഭ്യാസത്തിൻ്റെ 4 ഘടകങ്ങളാണ്. ആചാര്യനുണ്ടാവണം, റിസീവ് ചെയ്യാനുള്ള ഒരാളുണ്ടാവണം, പകരുന്ന വിദ്യ ഉണ്ടാവണം, ഈ വിദ്യ പകരുന്ന ഒരു മെത്തഡോളജി ഉണ്ടാകണം. ആധുനിക വിദ്യാഭ്യാസ സങ്കേതങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ 4 ഘടകങ്ങളെയും ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വേദമനുച്യ, ആചാര്യൻ വേദം പഠിച്ചതിന് ശേഷം സത്യധർമാദികൾ പുലർന്ന ജീവിതം നിനക്കുണ്ടാകട്ടെ, നീ ലോകത്തിലേക്ക് പ്രവേശിച്ച് സത്യവും ധർമ്മവും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് പറഞ്ഞു തരുന്ന ജീവിത പദ്ധതി കൂടി തൈത്തിരീയം നമ്മെ പരിചയപ്പെടുത്തുന്നു. ഛാന്തോക്യത്തിലേക്കും ബൃഹദാരണ്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ സാറ് തന്നെ ആ ക്രമത്തിൽ നമുക്ക് പറഞ്ഞു തന്നതുപോലെ കുറച്ചുകൂടി ഉപാസനാ സാധ്യതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. കണ്ണു തുറന്നിരുന്നു കൊണ്ട്, ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോന്നോരോന്നോരോന്ന് ആരാഞ്ഞ് പുഴയ്ക്ക് മുന്നിലിരുന്ന് പുഴയുടെ കാരണത്തെക്കുറിച്ച് ഒഴുകുന്ന പുഴ പറഞ്ഞു തരുന്ന കഥ കേട്ട് 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 പുഴ പറയും, ഞാൻ നീരായിരുന്നു എന്ന് പറഞ്ഞു തന്നത് കേട്ട് 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 അതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിലാണ് തത്വമസി എന്ന ബോധം ശിഷ്യനിൽ സംഭവിക്കുന്നത്. എന്ത് രസമായ കഥകളിലൂടെയാണ്. സാറ കഥകളെയൊക്കെ ഒന്ന് സാമാന്യമായി സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഞാൻ കോളേജിൽ, എൻ്റെ ശ്രീകൃഷ്ണ കോളേജിൽ നിറയെ ഈ നെഗ്രോധ വൃക്ഷമുണ്ട്. അപ്പം അതിങ്ങനെ പൂക്കുന്ന കാലമായി കഴിഞ്ഞാൽ, കായ്ക്കുന്ന കാലമായി കഴിഞ്ഞാൽ നെഗ്രോധ ഫലമഥാഹര, നമ്മൾ കുട്ടികളെയും കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഈ കഥകൾ മുഴുവൻ ഓർത്തെടുത്ത് പൂത്തു നിൽക്കുന്ന പേരാലിൻ കായ്ക്കൾ, കായ്ച്ചു നിൽക്കുന്ന പേരാലിൻ കായ്ക്കൾ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു അതൊരെണ്ണം പറിച്ചുകൊണ്ട് വന്നു. ശ്വേതകേതോ അത് തുറക്കൂ, അത് തുറന്നു. അതിനുള്ളിൽ നീ എന്താ കാണുന്നത്? കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മണികൾ കാണുന്നു. അതിലൊന്നെടുക്കൂ, അത് തുറക്കൂ, അതിനുള്ളിൽ എന്ത് കാണുന്നു? അതിനുള്ളിൽ ഒന്നും കാണുന്നില്ല. ഈ മഹാവൃക്ഷത്തിൻ്റെ കാരണം, ഈ മഹാവൃക്ഷമായി പരിണമിച്ച ബോധം ദാ ഇതിനുള്ളിൽ സൂക്ഷ്മമായി അന്തർലീനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ മഹാവൃക്ഷമായി പരിണമിച്ച ബോധത്തെ നീ ഈ ചെറിയ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായി തിരിച്ചറിയുന്നു. ഛാന്തോക്യത്തിലൂടെ സഞ്ചരിക്കുന്നത് ഉപാസനാത്മകമായ ഒരു സഞ്ചാരമാണ്. ബൃഹദാരണ്യകത്തിലേക്ക് എത്തുമ്പോൾ ഭാരതീയ ജ്ഞാനമീമാംസയുടെ ആചാര്യന്മാരിൽ ശ്രേഷ്ഠരായ പലരെയും നാം പരിചയപ്പെടുന്നു. സത്യകാമനെ ഛാന്തോക്യത്തിൽ സൂചിപ്പിച്ചു, എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളിൽ ഒരാളാണ്. എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചിലരായിട്ട് നമുക്ക് എപ്പോഴും പറയാവുന്ന, സത്യം പറയുന്നവനാണ് അറിവിന് അധികാരി. നീ സത്യം പറഞ്ഞതുകൊണ്ട് നീ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരിയാകുന്നു. ആധുനിക കാലം മുന്നോട്ട് വയ്ക്കുന്ന
പല പ്രശ്നങ്ങൾക്കും നമുക്ക് ധൈര്യപൂർവ്വം നിർത്തിക്കൊടുക്കാം സത്യകാമനെ. അറിവ് ഒരാളെ സത്യത്തിൻ്റെ വക്താവാക്കി മാറ്റുന്നു. ബൃഹദാരണ്യകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഭാരതീയ ജ്ഞാനമീമാംസയുടെ ആചാര്യശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യനായ യാജ്ഞവൽക്കനെ പോലെയുള്ള മഹാഗുരുക്കന്മാരെ നാം പരിചയപ്പെടുന്നു. അദ്ദേഹത്തോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിൽ നിന്നും കറന്നെടുക്കുന്നത് പോലെ അറിവിനെ കറന്നെടുത്ത ഗാർഗിയെയും മൈത്രേയെയും ഒക്കെ നാം പരിചയപ്പെടുന്നു. അറിവിൻ്റെ പല 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 സാധ്യതകളെ നമ്മൾ പരിചയപ്പെടുന്നു. ആചാര്യസ്വാമികൾ ഭാഷ്യമെഴുതിയ ഈ ദശോപനിഷത്തുകളിലൂടെയും ഉള്ള സഞ്ചാരം അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ ഒരാളിൽ സംഭവിക്കേണ്ട സഞ്ചാരമാണ്. അതുകൊണ്ട് ഉപനിഷത്ത് വായിക്കാനുള്ളതല്ല, ഉപനിഷത്തുകൾ കേവലം ശ്രവണത്തിനുള്ളതുമല്ല, ഉപനിഷത്തുകൾ ഗൗരവമായ മനനം അർഹിക്കുന്നതാണ്, ഏറ്റവും ശാന്തമായ മനനം അർഹിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരാൾക്കേ ഈ വിദ്യ ഗുരു ഉപദേശിക്കും. എന്തായാലും അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന ഒരു പഠന അനുഭവമാണ് സനാതനസുധയിലെ ഉപനിഷത് ഖണ്ഡം നമുക്ക് തരുന്നത്. വിശ്വാനമ്പൂരി സാറ് ഒരു അധ്യാപകൻ്റെ ഒരു പദ്ധതി ഉപയോഗിച്ച് പറഞ്ഞു തന്നതുകൊണ്ട് അറിവൊരു ഭാരമാകാതെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. പലപ്പോഴും അധ്യാപകർ പഠിപ്പിക്കുന്നത്, യൂണിവേഴ്സിറ്റി അധ്യാപകരും കോളേജ് അധ്യാപകരും സർവകലാശാല അധ്യാപകരും പഠിപ്പിക്കുന്നത് ഭാരമായ കുറേ അറിവുകൾ നമ്മുടെ തലയിൽ നിറച്ചു തന്നുകൊണ്ടാണ്. പക്ഷെ അറിവ് എത്രമാത്രം സ്വാതന്ത്ര്യവും ആനന്ദവും തരുന്നു എന്ന് നല്ല ഒരു ഗുരുനാഥനിൽ നിന്നും പഠിക്കാൻ സാധിച്ച നമ്മൾ ഏറ്റവും കൃതാർത്ഥരാണ്. ഗുരുനാഥനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. നമ്മുടെ ഉന്നതമായ പഠനത്തിനും മനനത്തിനും നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ തലങ്ങളെ തിരിച്ചറിയാനും ഉപനിഷത്ത് പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.